നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ചെമ്മീൻ, പച്ച ചെമ്മീൻ പച്ചരച്ച് വയ്ക്കുന്നതാണ്. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ്. ഇപ്പോൾ ഇത് 1 കിലോ ചെമ്മീൻ നന്നാക്കിയതാണ് ഇത്. അതിന് വേണ്ട സാധനങ്ങളാണിത്. ഇനി നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മുടെ സ്റ്റവ് ഓണാക്കി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചു. ഇനി നമുക്കിതിൻ്റെ മസാല അധികം ശരിയാക്കി എടുക്കാം. ചട്ടി അപ്പോൾ നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, കൂടെ ഇഞ്ചി ചതച്ചതുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം തീ അത്യാവശ്യത്തിനുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. ഇനി നമ്മളിതിലിടാൻ പോകുന്നത് സവാളയാണ്. സവാള അത്ര ചെറുതായിട്ടൊന്നും നുറുക്കിയിട്ടില്ല. കൂടെ ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ചെറിയുള്ളി കുറവാണ്, അപ്പോൾ കുറച്ചെടുത്തോളൂ. ഇനി സവാള നമുക്ക് ഒരുവിധം പച്ചമണക്കും പോയി കിട്ടണം. അതുവരെ സവാളനെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. നമ്മുടെ സവാളയ്ക്കും ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇല്ല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് നമുക്കൊന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇതൊന്ന് ഇതാക്കിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കാണ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മിക്സിയിലിട്ട് ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കാൻ പോവുക. ഇവിടെ പിള്ളേർക്ക് ഈ സവാളയൊന്നും കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് വേണാനും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ചൂടാറാനായിട്ട് വെച്ചിരിക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ എല്ലാ സാധനങ്ങളിലും ഫ്ലേവർ കിട്ടുകയും ചെയ്യും, എന്നാൽ ഒന്നും കടിക്കൂല. അടുത്തതായി നമ്മൾ അരപ്പ് തയ്യാറാക്കണം. അതിന് പച്ചത്തേങ്ങ എടുക്കണം. പച്ചത്തേങ്ങ ഒരു വലിയ മുറി, ഒരു തേങ്ങ മൊത്തമൊന്നുമില്ല, കാരണം ഒരുപാട് ചാറ് വേണ്ടല്ലോ ചെമ്മീൻ കറിക്കാവുമ്പോൾ. അപ്പോൾ ഒരു വലിയ മുറി പച്ചത്തേങ്ങ ഇട്ടു. അതിൻ്റെ കൂടെയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം. ഇത് അരയ്ക്കാനുള്ള വെള്ളം കൂടി നമ്മൾ ഇതിനൊപ്പം ഒഴിക്കുകയാണ്. ഇത്തിരി പോരായുണ്ട്, കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ശരിയായി. ഇനി നമ്മൾ കറി റെഡിയാക്കാൻ പോവാം. അതിനായിട്ട് മൺചട്ടിയാണ് വയ്ക്കുന്നത്. ചട്ടി ചൂടാവാൻ കുറച്ച് സമയം പിടിക്കും, കാരണം കനമുള്ള ചട്ടിയാണ്. അപ്പോൾ അത് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായി. ഇനി നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമ്മൾ കടുകിടാണ്. കണ്ണുകാരാണ് കടുകിടുക, പക്ഷേ എനിക്ക് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് മീൻകറി വയ്ക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മുടെ കടുകും ഉലുവയും കിടന്ന് ചട്ടിയിൽ കിടന്ന് പൊട്ടാണ്. അത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കതിൽ തക്കാളി കറിവേപ്പില ഇടണം. ഈ തക്കാളി നല്ലോണം വാടി കിടണം, കാരണം ചെമ്മീൻ നമ്മൾ കുറേ നേരം വേവിക്കില്ല. അപ്പം അതുകൊണ്ട് മസാല അതിന് മുന്നേ ശരിയായിരിക്കണം. ചെമ്മീൻ 10 മിനിറ്റ് മാക്സിമം വേവാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ തക്കാളി നല്ലോണം ഈ കൂട്ടി വയ്ക്കട്ടെ കേട്ടോ, നല്ലോണം വാടി കിട്ടട്ടെ കേട്ടോ. ഇത് നമ്മുടെ തക്കാളി നല്ലോണം ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി നല്ലോണം വെന്തുടയണം, കാരണം നമുക്കല്ലാണ്ട് ഇനി
ഒരുപാട് നേരം നമ്മൾ വേവിക്കില്ല. നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ചെമ്മീൻ ഇടുന്നത്. ഈ മസാലയിൽ ചെമ്മീൻ കിടന്നൊന്ന് ശരിയാവണം. അപ്പോൾ നമ്മളുടെ മസാലയിൽ ചെമ്മീൻ ഒന്ന് കിടന്ന് ആ ചെമ്മീനിൽ ആ മസാല ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതോടൊപ്പം നമ്മുടെ ഒരു അല്ലി കുടംപുളി ഇട്ടിട്ടുണ്ട്. ഒരല്ലി അല്ല, 2 ചെറിയ അല്ലിയാണ്. ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ പുളി ശരിയാവാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് മീൻകറിയിൽ ഇത്തിരി പുളി ഇഷ്ടമാണ്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കണം. അപ്പം നമുക്കിത് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് മസാല ഒഴിച്ചിട്ട് ഇടാന്നാണ് കരുതിയിരിക്കുന്നത്. ഇതിപ്പോൾ വെളുത്തിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ കരുതും എന്താണാവോ ഇത് വെളുത്തിരിക്കണേന്ന്. മഞ്ഞൾപ്പൊടി ഞാൻ മസാല കൂടെ അരയ്ക്കുകയാണ് ചെയ്തേക്കണേ. തേങ്ങയും സവോളയ്ക്ക് അരച്ചില്ലേ, അതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടപ്പോൾ ഒപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മളുടെ ചെമ്മീൻ ഒരു തളയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് അതിലൊഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മിക്സിനൊന്ന് കഴുകി വയ്ക്കാം. അതിപ്പോൾ കണ്ട നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇത് ചെമ്മീൻ വേവാനായിട്ടും ഈ കട്ടി ഇത്രയ്ക്ക് കട്ടി വേണ്ട, ഇത്തിരി ലൂസിലാണ് കറി നല്ലത്. നമ്മൾ മിക്സി കഴുകി ഒഴിച്ചു. നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഞാൻ കല്ലുപ്പാണ് ഞാനധികം യൂസ് ചെയ്യുന്നത്. അത് മതി. തിളച്ച് വരുമ്പോൾ ഉപ്പ് ശരിയാവും. കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഭയങ്കര ലൂസ് പോലെയുണ്ട്. പക്ഷെ അത് തിളച്ച് ഒന്ന് കുറുതായി വരുമ്പോൾ ഒരു 10 മിനിറ്റ് കറി തിളച്ചാൽ മതി. അപ്പോൾ നമുക്കൊന്ന് കറിയെ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കറി നല്ലവണ്ണം തിളച്ചു. പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. ചാറ് ഇത്തിരി ലൂസാണ്. പക്ഷെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിലിരുന്ന് ഒന്ന് കുറുതാവും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയോ എന്നൊന്ന് നോക്കട്ടെ. തേങ്ങയുടെ ഒരു അരപ്പിൻ്റെ ഒരു കുത്തുണ്ട്. അപ്പോൾ ഒന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം. ഇനി ഇതിൽ പണിയൊന്നുമില്ല. ഓഫാക്കി കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടാം. ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിക്കാം. നമ്മൾ കുറേ എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് താളിച്ചൊഴിക്കുന്നില്ല. നമ്മൾ കടുകും ഉലുവയ്ക്കും മുന്നേ പൊട്ടിച്ചതാണല്ലോ. അതുകൊണ്ട് താളിച്ചൊഴിക്കുന്നില്ല. പകരം ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ച് 2 വേപ്പിലയും കൂടി ഇടും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് 2 കറിവേപ്പില അതിൻ്റെ മുകളിലിടാം. കറിവേപ്പില കുറച്ചേ ഉള്ളൂ, പൊടിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊന്നും ഒതുങ്ങി കഴിഞ്ഞിട്ടാണ് മുകളിൽ കൂടെ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ, പെട്ടെന്നാവും. ചെമ്മീൻ നന്നാക്കി എടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കറിയിൽ മുകളിൽ കൂടെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മതി, അത്ര മതി. അത് നമ്മളുടെ കറിയുടെ പണി കഴിഞ്ഞു. ഇനി കറി നമ്മൾ മൂടി വയ്ക്കുകയാണ്. ഓക്കെ, താങ്ക് യു.